ഹലോ എവറി വൺ, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർസണൽ വേഴ്സസ് ചെൽസി ഗെയിമാണ്. ആർസണൽ 1-0 ജയിച്ചിരിക്കുകയാണ്. ചെൽസി ഓബ്വിയസ്ലി അവരുടെ സ്റ്റാർ പ്ലെയർ കോൾ പാമർ ഇല്ലാതെയാണ് ഈ ഗെയിം വന്നിരിക്കുന്നത്. കോൾ പാമറിന് എന്തോ ഒരു ഇഞ്ചുറി, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല. ഈവൻ ഐ വാസ് ഷോക്ക്ഡ് ആ ന്യൂസ് കേട്ടപ്പം. ഒരേ സമയത്ത് ഷോക്കും ഒരേ സമയത്ത് കുറച്ച് ആശ്വാസമായിരുന്നു. സന്തോഷമല്ല, കാരണം ഒരു പ്ലെയറിനും ഇഞ്ചുറി വരാൻ പാടില്ലെന്നൊരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ് ഞാൻ. സോ മേ ഹി ഗെറ്റ് വെൽ സൂൺ. എന്തോ ഒരു ലോങ് ടേം ഇഞ്ചുറി ആണെന്ന് പറയുന്നു. സോ ഈ ഇടയ്ക്ക് വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിലും കളിക്കാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് ന്യൂസ്. അങ്ങനെ ഈ ഗെയിം കോൾ പാമർ ഇല്ലാതെയാണ് ചെൽസി വരുന്നത്. എൻസോ ഫെർണാണ്ടസ് ആണ് കോൾ പാമറിന്റെ പൊസിഷൻ ഈ ഗെയിമിൽ അഡാപ്റ്റ് ചെയ്തത്. അങ്ങനെ ഗെയിം സ്റ്റാർട്ടായതും ആർസണൽ വെയർ ഓൺ ടോപ്പ്. ഭയങ്കര ഒരു ഹൈ ഇൻറ്റൻസിറ്റി സ്റ്റാർട്ടായിരുന്നു. ഈ ഫസ്റ്റ് ഹാഫ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് തന്നെ നമുക്ക് രണ്ട് ഭാഗമായിട്ട് പറയാം. ഗോൾ അടിക്കുന്നതിന് മുമ്പും, ഫസ്റ്റ് ഹാഫിലാണ് ആർസണൽ ഗോൾ അടിക്കുന്നത്, അറൗണ്ട് ദ 28th മിനിറ്റ് മാർക്ക്. ഗോൾ അടിക്കുന്നതിന് മുമ്പും ഗോൾ അടിച്ച് കഴിഞ്ഞു. ഗോൾ അടിക്കുന്ന വരേക്കും ആർസണൽ വെയർ ഓൺ ടോപ്പ് ഗിയർ. മാർട്ടിനെല്ലിക്ക് ഒരു ചാൻസ് കിട്ടുന്നു, ടിംബർ ഒരു ക്രോസ് തരുന്നു, ഡെക്ലൻ റൈസിന് ഒരു ചാൻസ് കിട്ടുന്നു. അങ്ങനെ ഫ്രണ്ട് ഫുട്ട് ഫസ്റ്റ് 20 മിനിറ്റ്സ്. 20th മിനിറ്റ് മാർക്കിൽ ആർസണലിന് ഒരു കോർണർ കിട്ടുന്നു. ആ കോർണർ വളരെ മനോഹരമായിട്ട് മെറീനോ ഹെഡിൻ ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ അടിച്ച് ഇറ്റ്സ് എ വെരി ടഫ് ടെക്നിക് ടു എക്സിക്യൂട്ട്. അങ്ങനെ 1-0 ആവുന്നു. ആ ഗോൾ കയറി കഴിഞ്ഞതിൽ പിന്നെ ചെൽസി കെയിം ബാക്ക് ഇൻ ടു ദ ഗെയിം. നല്ല പ്രഷർ ഇടാൻ തുടങ്ങി. കുക്കറയ്ക്ക് ഒരു ചാൻസ് കിട്ടുന്നു. കുക്കറയെ ഷോട്ട് എടുക്കുന്നു. റയ മേക്സ് എ ബിഗ് മെസ് ഔട്ട് ഓഫ് ഇറ്റ്. അത് ഓൾമോസ്റ്റ് ഒരു ഗോൾ ആവുണ്ടായിരുന്നു. റയയുടെ ഒരു റൂട്ടീൻ സേവ് ആവേണ്ട ആ ഒരു ക്യാച്ച് ഹി മിസ് ജഡ്ജ്ഡ് ഇറ്റ്. അതിങ്ങനെ സൈഡിൽ കൂടെ ജസ്റ്റ് ആ പോസ്റ്റിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നു. ആ ഫസ്റ്റ് ഹാഫിന്റെ അതായത് 20th മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളത് 40-45 മിനിറ്റ് വരേക്കും ചെൽസി കെയിം ബാക്ക് ഇൻ ടു ദ ഗെയിം. അങ്ങനെ കുറേ ഷോട്ട്സും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നു. പക്ഷേ നത്തിങ് ഫൈൻസ് ബാക്ക് ഓഫ് ദ നെറ്റ്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് 1-0 എന്ന് പറഞ്ഞ് തീരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം രണ്ട് ടീമും വി ക്യാൻ സീ എ ലോട്ട് ഓഫ് ലാക്ക് ഓഫ് ഡിസിപ്ലിൻ. ഒരുപാട് യെല്ലോ കാർഡ്സും. ഓഡഗാർഡ്, നമ്മുടെ പാർട്ടെ, നെറ്റോ ഒന്നും നെറ്റോയൊക്കെ ആവശ്യമില്ലാതെ ചോദിച്ചു മേടിച്ചതാ. നെറ്റോ, അങ്ങനെ ഗാബ്രിയേൽ, അങ്ങനെ ഒരുപാട് യെല്ലോ കാർഡ്സ്. ദിസ് ഇസ് ക്ലിയർ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മ രണ്ട് ടീമിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ എഗെയിൻ ചെൽസി ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട് ഗെയിം. പക്ഷേ എഗെയിൻ കോൾ പാമർ പോലെയുള്ള ഒരു പ്ലെയറിൻ്റെ മിസ് വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് അവിടെ ആ ഗെയിമിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ചെൽസിക്ക് കിട്ടുന്ന ചാൻസ് ഒന്നും ചെൽസിക്ക് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. വളരെ എൻ്റെ വളരെ ഓപ്പൺ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ചെൽസി ആകെ ഒരു ത്രെറ്റായിട്ട് ഫീൽ ചെയ്തത് ഫസ്റ്റ് ഹാഫിൻ്റെ 20th മിനിറ്റ് തൊട്ട് 35 മിനിറ്റ് വരേക്കുള്ള ആ ഒരു പീരിയഡിൽ മാത്രമേ ചെൽസി ഇപ്പം സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്കൊരു ഫീല് തോന്നിയുള്ളൂ. അതല്ലാതെ ആ സെക്കൻഡ് ഹാഫിൽ എവിടെയും ഒരു പ്രോപ്പർ ത്രെറ്റ് നമുക്ക് ഫീൽ ചെയ്തില്ല. സെക്കൻഡ് ഹാഫിൽ കുക്കറയുടെ ഒരു ഹെഡർ അല്ലാതെ അത് റൂട്ടീൻ സേവ് ആയിട്ട് ചെയ്തു. അതല്ലാതെ വേറെ ഒരു അറ്റംപ്റ്റ് ഒന്നും ചെൽസിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. നെറ്റോ ഒരുപാട് പേസി റൺസും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും ഫലം കാണുന്നില്ലായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എഗെയിൻ മെറീനോയ്ക്ക് ഒരു ചാൻസ് കിട്ടുന്നു. മെറീനോ അത് വളരെ നന്നായിട്ട് തന്നെ ആ ഷോട്ട് എടുക്കുന്നു. പക്ഷേ സാഞ്ചേസ് ഗോൾ ലൈൻ സേവ് ചെയ്യുന്നു. അങ്ങനെ സാഞ്ചേസ് കീപ്പിംഗ് ചെൽസി സ്റ്റിൽ ഇൻ ദ ഗെയിം. അതായിരുന്നു വേറൊരു ഹൈലൈറ്റ് ആ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ. ഗെയിം അങ്ങനെ 90th മിനിറ്റ് ആവുന്നു. 90th മിനിറ്റ് കഴിഞ്ഞ് ഇഞ്ചുറി ടൈമിലേക്ക് പോകുന്നു. അപ്പോഴും ചെൽസി ആർ നോട്ട് ത്രെറ്റനിങ് ഇനഫ്. എനിക്ക് ആകെ ത്രെറ്റനിങ് ആയിട്ട് തോന്നിയത് ഓണസ്റ്റ്ലി കുക്കറയ, നെറ്റോയുടെ പേസി റൺസ്, കുക്കറയുടെ അഡ്വാൻസ്ഡ് വിങ്ങിലൂടെയുള്ള റണ്ണും, ഇത് രണ്ടും മാത്രമാണ് ത്രെറ്റനിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ദ ഗെയിം എൻഡഡ് 1-0 ടു ആർസണൽ. അങ്ങനെ ലിവർപൂളുമായിട്ടുള്ള ഗ്യാപ്പ് 15 പോയിന്റ്സിൽ നിന്ന് 12 പോയിന്റ്സിലേക്ക് കുറഞ്ഞിരിക്കുകയാണ്.
എനിക്കറിയാം ലിവർപൂളിന് ഇന്നത്തെ ദിവസം മാച്ചില്ല പ്രീമിയർ ലീഗിൽ. ലിവർപൂൾ അതേസമയം കാരബോ കപ്പിൻ്റെ ഫൈനൽ കളിക്കാൻ പോവുകയാണ് ന്യൂ കാസലുമായിട്ട് വിത്തിൻ ഹാഫ് ആൻ അവർ. അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.